ഗൈസ് ഇപ്പം ഒരു മോർണിംഗ് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രെക്കിംഗ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതൊരു 8 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ ഇവരൊരു ചെറിയൊരു ട്രെക്കിംഗ് പ്രോഗ്രാമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ ട്രെക്കിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ സൺസെറ്റ് വാലി റിസോർട്ടിൽ നമ്മുടെ സെക്കൻഡ് ഡേ ആണിന്ന്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡായിട്ട് ഞാൻ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ വാട്ടർഫോൾസിലൊക്കെ പോയി കുളിക്കുന്നതും പിന്നെ ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്സും സൺസെറ്റും കാര്യങ്ങളെല്ലാം ഞാൻ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഇപ്പം ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വീട്ടിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് താമസിക്കുന്നത്. നീലക്കുറിഞ്ഞാണോ? അയ്യോ അല്ല, അത് ഒരു പ്രത്യേക ഒരു വയലറ്റ് കളർ. ഇത് നമുക്ക് അവിടെ ഉള്ള ഫ്ലവറാണ്, ഇതേപോലത്തെ സെയിം. ഊനാല നടാൻ താല്പര്യമുണ്ട്. ഇത് നമുക്ക് എത്ര ദൂരം ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നടക്കാൻ? ഒരു 10 മിനിറ്റ് അല്ലേ? തിരിച്ച് ആ വഴി അങ്ങനെ ഫോൾസിലോട്ട് എത്തും അല്ലേ നമ്മളിവിടെ നിന്ന്? നിനക്ക് ഇരിക്കാൻ പറ്റൂലേ? നല്ല ആടും. ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ കാല് സ്ട്രേറ്റ് വെക്കണം, അല്ലെങ്കിൽ കാല് പോകുമ്പോൾ മടക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് കറക്റ്റ് ഇവിടെ വരുമ്പോൾ വീഴുവോ? ഇല്ലല്ലേ, നല്ല രീതിയിൽ പോയി വിട് വിട് വിട്. അയ്യോ എനിക്കും സൂപ്പർ. ഇത്ര വലിയ ഊഞ്ഞാല് ഞാനിങ്ങനെ. അട്ടശല്യം വലിയ വിഷയമില്ല അല്ലേ ഇവിടെ? കുഴപ്പമില്ല. ഇത് ടോട്ടൽ 8 ഏക്കർ പ്രോപ്പർട്ടി അല്ലേ? വരില്ല, കുറവായി. ഇനി ഇവിടെ എന്തെങ്കിലും കൃഷിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കുറച്ച് ചെയ്ത് തുടങ്ങുന്നുള്ളൂ. സ്റ്റാർട്ടിങ് ആണല്ലേ? ഞങ്ങൾ കുറേ ഫ്രൂട്ട്സും കാപ്പിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും മറ്റ് കോഫി. ഇവിടെ നല്ലതായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് കാപ്പി ആൻഡ് കുരുമുളകാണ്. അല്ല, ഇത് ശരിക്കും പറയാം ഏറ്റവും സൂപ്പറായിട്ട് ഈ പാത്ത് ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ. ഇറങ്ങി പോകാനും പിന്നെ ആ വെള്ളം ഇല്ലാത്ത സമയത്ത് അവിടെ ആ വാട്ടർഫോൾസിൻ്റെ അവിടെ കോൺക്രീറ്റ് ചെയ്തല്ലേ? അതെ അതെ, അവിടെ ചെയ്തത് സൂപ്പർ. അവിടെ അടിയുന്ന മണ്ണ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. ഓ അടി. വന്ന് വെള്ളം കിടക്കും, മണ്ണ് കിടക്കും. ആ മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ആ കണക്ട് ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ഇട്ടത്. സ്റ്റെപ്സ് ചെയ്തല്ലേ? സൂപ്പർ. നല്ലൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്, എസ്പെഷ്യലി ആ ഊഞ്ഞാലല്ലേ. നിങ്ങൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഗൈസ് ഇത്. ഈ ട്രെക്കിംഗ് നേരെ അവസാനം ചെന്നെത്തുന്നത് വാട്ടർഫോൾസിലാണ് കേട്ടോ ഗൈസ്. നീ മരോ രസമുണ്ടല്ലേ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇങ്ങനെ വളർന്ന് അടിപൊളി ഇപ്പുണ്ട്.
വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും വാട്ടർഫോൾസിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റിലാണ്. അതെ, ഏറ്റവും താഴെ അല്ലേ? തോന്നുന്നു. ഇതേപോലത്തെ ഒരു ഏരിയ എത്തും. ഇത് വാട്ടർഫോൾസിൻ്റെ ഏറ്റവും താഴത്തെ പോയിൻ്റാണ്. നമ്മൾ ഇന്നലെ കണ്ട വാട്ടർഫോൾസ് നമ്മൾ മേളിലാണ് മേളിൽ കണ്ട വാട്ടർഫോൾസിൻ്റെ ഏറ്റവും താഴത്തെ പോയിൻ്റാണ്. ഇത് ഇനിയുണ്ട് നമുക്ക് അങ്ങോട്ട്. നടക്കും ഓക്കെ. അപ്പം ട്രെക്കിംഗ് തീർന്നിട്ടില്ല. ജസ്റ്റ് ഇത് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അകത്തൂടെ നടന്നു പോവുകയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും താഴത്തെ എൻഡ് പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ മേളിലോട്ട് കയറുകയാണ്. സൂക്ഷിക്കണേ. ഇനി നമ്മൾ വാട്ടർഫോൾസിൻ്റെ അകത്തൂടെ ഉള്ള പരിപാടിയാണ്. ആ വേരി പിടിച്ച് കയറും. ഈ വേരുകൾ കണ്ട, ഈ വേരിൽ പിടിച്ച് ഇങ്ങനെ കയറിപ്പിക്കും. ഒരു രക്ഷയില്ലാത്തൊരു അഡ്വഞ്ചറസ് ട്രെക്കിംഗ് തന്നെയാണിത്. ഏകദേശം ഇവിടം വരെ ഈ ഒരു ആഴമുണ്ട് സ്ഥലം കണ്ടാ പെട്ടെന്ന് തോന്നുന്നു. പതുക്കോ. ശരിക്കും നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാട്ടർഫോൾസിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ മേളിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് ആ വാട്ടർഫോൾസിൻ്റെ നമ്മൾ ഇന്നലെ കുളിച്ച വാട്ടർഫോൾസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നടന്ന് ഏകദേശം ഒരു മിഡിൽ പോയിന്റ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുളിച്ച് കയറാം.
ഗൈസ് നമ്മളിതാ ഈ വാട്ടർഫോൾസിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അകത്തൂടെ നടന്നാണ് ശരിക്കുള്ള മെയിൻ ഫോൾസിൽ പോകേണ്ടത്. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ അല്ലേ, ഒന്നും പറയാനില്ല. കോൺഫിഡൻസ് ആണ്. അതെ അതെ ഗൈസ് നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ കയറി ഇപ്പം ഇതാണ് നമ്മുടെ താഴത്തെ സെക്കൻഡ് വാട്ടർഫോളിൻ്റെ അവിടെ എത്തി കേട്ടോ. അവിടെ പോയിട്ട് അതാണ് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. പുട്ട്, കടലക്കറി. ഏത് കറി? കടലക്കറി തന്നെ. പുട്ട്, കടലക്കറി, പപ്പടം, ബനാന ഫ്രൈ അല്ലേ? ബനാന ഫ്രൈ അല്ല, വേവിച്ച ഏത്തക്ക. അപ്പോൾ ഗൈസ് ഒരു അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ ഗൈസ് ഈ സൺസെറ്റ് വാലി റിസോർട്ട്. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അതെ, നമുക്ക് വേണമെങ്കിൽ 2 days വരെ എനിക്കിപ്പോൾ നിൽക്കാൻ തോന്നും. ഒരു 2 days വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു വെർത്താണ്. അത്ര സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതുവരെ പോയതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളത് ഇനി ഇവിടെ നിന്ന് നേരെ ഇതേപോലെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നേരെ കൊടൈക്കനാലിലോട്ടാണ് കേട്ടോ വയസ്സ് പോകണം. അപ്പോൾ കൊടൈക്കനാൽ ഒരു യൂണിക് പ്രോപ്പർട്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്. ബൈ കൊടുക്കാം. അപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ട് ഒരു ബൈ പറയാൻ. ബൈ പറഞ്ഞേ. ബൈ ബൈ ബൈ.